Hi friends, welcome to my venue. ഇതിന്റെ ഒരു ലുക്ക് വരുന്ന ടോപ്പ് ബോട്ടം ഈ ഒരു സെയിം നല്ലൊരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഓൺലി വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ടോപ്പ് ബോട്ടം വേണമെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ ഇതാണ് ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ. ഇതിന്റെ എപ്പോഴും സെയിം ടോൺ തന്നെ അല്ലാതെ നമ്മൾ പ്ലെയിൻ ബോട്ടം എപ്പോഴും ചിലരും പ്ലെയിൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സെയിം ടോൺ തന്നെ ഇഷ്ടപ്പെടാത്ത. അതുപോലെ ഇത് ഇക്കത്തിന്റെ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഈ ഇക്കത്തിന്റെ ആ ഒരു പ്രിന്റ് വന്നിട്ട് നല്ല ക്രീമിലോട്ട് ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത്. അതിനകത്തോട്ട് മിഡിൽ പീസിൽ നമ്മൾ ഇതേപോലെ ഇക്കത്തിന്റെ തന്നെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പെൻസിൽ ബോട്ടം ആ ഒരു സെയിം പിങ്ക് കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു പെൻസിൽ ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഫാബ്രിക് വെച്ചിട്ട് വേറെ പാറ്റേൺ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ആ മിഡിലിൽ വെച്ചേക്കുന്ന പ്രിന്റ് വരുന്നത്. ബാക്ക് സൈഡും ഫ്രണ്ടും വരുന്നത് ഈ ഒരു പോർഷൻ കണ്ടോ, ഒരു ഖാദി കോട്ടൺ പോലെ വരുന്ന സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, ശരിക്കും ഒരു അടിപൊളിയാണ് ഇത്. ഒരു സിമ്പിൾ ആയിട്ട് നല്ല നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ ഈ ബോട്ട് നെക്ക്, ഈ ഒരു നെക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നത്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല, കാരണം അത്രയും ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. പിന്നെ ഈ ഒരു മിഡിൽ പീസ് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ടോപ്പും ബോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ടോപ്പ് ഓണിൽ ചെയ്യുമ്പോൾ എല്ലാവരും ബോട്ടം സെറ്റ് ചെയ്യാൻ പറയും, ദുപ്പട്ട സെറ്റ് ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് എന്തായാലും ടൈം വേണം. അപ്പൊ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇത്തിരി ടൈം വേണം. ഇതുപോലെ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഓഫ് വൈറ്റിലോട്ട് ഇതുപോലെ വിത്ത് ലൈനിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ കളറിലോട്ട് നമുക്ക് എപ്പോഴും ലൈനിങ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇതും ആ ഒരു ഇക്കത്തിന്റെ പ്രിന്റ് വന്നേക്കുന്ന ഒരു ഇതിനകത്ത് ആ ഒരു ത്രെഡ് പോലെയുള്ള ഒരു വർക്കാണ്. ഇത് പ്രിന്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് കണ്ട് ത്രെഡ് കൊണ്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി അതിന് സിമിലർ ആയിട്ട്. പിന്നെ അതിന്റെ ചെക്ക് പോലെ ഓൾ ഓവർ ഒരു ഡിസൈൻ വന്നേക്കുന്നുണ്ട്, ഒരു ചെക്ക് പോലെ ആ മെറ്റീരിയലിൽ തന്നെ ഒരു വീവിങ് പോലെ വന്നിട്ട് അതൊരു സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് നല്ല രസമാണ്. അപ്പൊ ഇതിന്റെ ബോട്ടവും കൂടെ നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചെറിയ പ്രിന്റ് വരുന്ന ഇതുപോലെ ബോട്ടം ആ ഒരു ബാത്തിക്ക് ആ ബോട്ടത്തിന്റെ മെറ്റീരിയലും ആ ഒരു പ്രിന്റ് ഉണ്ട്, ഒരു ചെക്ക് പോലെ കണ്ടോ. ആ ടെക്സ്ചറിൽ നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, നല്ല രസം. അത് ഞാൻ ഇത്രയും എടുത്ത് കാണിക്കുന്നതിന്റെ കാരണം അതൊരു നല്ല ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ഇത് ബോട്ടം പലാസോ ബോട്ടം ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ ടോപ്പ് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെയ്തേക്കുന്ന ടോപ്പ് ബോട്ടം. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഇത് ടോപ്പ് പ്ലസ് ബോട്ടം. ഇത് നമ്മൾ എന്താ പറയാ വൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ യു നെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് വി കോളറിലോട്ടോ എങ്ങനെയാലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ടോ. ഒരു ഇതുപോലെ പലാസോ ബോട്ടം കണ്ടോ, നല്ല ലൂസ് ആയിട്ടുള്ള പലാസോ ബോട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലെങ്ത് 47 വരുന്നുണ്ട്. വിത്ത് ലൈനിങ് ആണ് ടോപ്പ് ബോട്ടം. അപ്പൊ ഇതിന്റെ രണ്ട് പാറ്റേൺസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.